ശ്ലീലതയ്ക്ക് അടിമപ്പെട്ടു പോയ ആളുകളോട് നമ്മളോട് പറയുന്ന പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ, അവരുടെ പ്രായങ്ങൾ നോക്കുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ്. 6 വയസ്സ് മുതൽ 96 വയസ്സ് വരെയുള്ള ആളുകളാണ് ഇതിൻ്റെ പ്രശ്നവുമായി നമ്മുടെ അടുക്കിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഈ മഹാമാരിയെ നമ്മൾ ജാഗരൂകയായി നേരിടേണ്ടതുണ്ട് സഹോദരങ്ങളെ. കൃത്യമായി നമ്മുടെ തലച്ചോറിൽ എന്താണ് സംഭവിക്കുന്നത്? അള്ളാഹു നൽകിയ ഈ മഹത്തായ 2 കണ്ണിലൂടെ നമ്മൾ എന്തൊരു അശ്ലീലത കാണുമ്പോഴും അത് നമ്മുടെ തലച്ചോറിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ തലച്ചോറിൽ ചില രാസമാറ്റങ്ങൾ നടക്കുന്നുണ്ട്. ഡോപ്പമിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ആ ഡോപ്പമിൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ തലച്ചോറുകളിൽ പ്രവർത്തിക്കുന്ന ന്യൂറോണുകൾ ഒരു പ്രത്യേക പാത്വേ അവിടെ രൂപപ്പെടുന്നുണ്ട്. ഒരു കാര്യം, നമ്മൾ മോശമായ ഒരു ചിത്രം കാണുമ്പോൾ ഒരാൾക്കുണ്ടാകുന്ന ഉത്തേജനമുണ്ട്. ആ ഉത്തേജനത്തിന് പ്രതിഫലമായി അയാളുടെ തലച്ചോറിൽ ഉണ്ടാകുന്ന ചില ഉന്മാദാവസ്ഥകളുണ്ട്. അത് വീണ്ടും റീസൈക്കിൾ ചെയ്യപ്പെടുകയാണ്, വീണ്ടും കാണണമെന്ന് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ശാസ്ത്രലോകം പറയുന്നത് അശ്ലീലത എന്നത് മയക്കുമരുന്നിനേക്കാൾ, കൊക്കൈനേക്കാൾ മാരകമാണ്. മയക്കുമരുന്നുള്ള ആളെ നമ്മൾ ഡി അഡിക്ഷൻ ചെയ്ത് ശരിയാക്കിയെടുക്കാം. പക്ഷേ അതിനേക്കാളൊക്കെ ഏറെ പ്രയാസകരമാണ് സഹോദരങ്ങളെ അശ്ലീലത വരുത്തി വെക്കുന്ന ദുരന്തങ്ങൾ. ആളുകൾ വന്ന് പറയുന്നത് എന്താണ്? ലൈംഗികമായ ഉത്തേജനത്തിന് വേണ്ടി കേവലം ആരെയും ഉപദ്രവിക്കുന്നല്ലോ എന്ന്, അല്ലെങ്കിൽ ആരോഗ്യകരമാണ് എന്ന് ചില ആരോഗ്യ മാസികകളും ചില ആരോഗ്യത്തിന്റെ അപ്പോസ്തലന്മാരും നമ്മളെ പഠിപ്പിച്ചു വെച്ചു. അത് നല്ലതാണ്, അത് കേടില്ല, അതിൽ തെറ്റൊന്നുമില്ല, അതിലൊരു സാമൂഹ്യ തിന്മയുമില്ല എന്ന്. സഹോദരങ്ങളെ, അത് വ്യക്തി ജീവിതത്തെ ബാധിക്കും. അത് ഇവിടെ പഠനങ്ങൾ പുറത്തു വരുന്നത് അമേരിക്കയിലും യൂറോപ്പിലുമെല്ലാം ഏറ്റവും കൂടുതൽ ആളുകൾ ലൈംഗിക ശേഷിയുമായി ബന്ധപ്പെട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ്. ഏറ്റവും കൂടുതൽ ഡൈവോഴ്സുകൾ നടക്കുന്നത് അവരുടെ ഇണകൾ ഇത്തരത്തിലുള്ള അശ്ലീലതകൾ ഉപയോഗിച്ചതുകൊണ്ട്. നൈസർഗികമായി സ്വാഭാവികമായി നമുക്കുണ്ടാകേണ്ട, നമ്മുടെ നാച്ചുറലായിട്ടുണ്ടാകേണ്ട ലൈംഗിക ജീവിതത്തിൽ മടുപ്പ് അനുഭവപ്പെടുകയാണ്. സാധാരണ കാഴ്ചകൾക്കോ സാധാരണ തരത്തിലുള്ള ബന്ധങ്ങൾക്കോ അവർക്ക് പറ്റുന്നില്ല എന്ന്, അവരുടെ ലൈംഗിക ജീവിതം പരാജയപ്പെടുന്നു എന്നത്. അതേപോലെ തന്നെ കുറ്റകൃത്യങ്ങൾ നിങ്ങൾ നോക്കൂ, ഓക്സ്ഫോർഡ് നടത്തിയ പഠനങ്ങൾ പറയുന്നത് ലൈംഗികമായ കുറ്റകൃത്യങ്ങൾക്ക് തിരക്കഥ എഴുതുന്നത് ഇത്തരത്തിലുള്ള അശ്ലീല ചിത്രങ്ങളും അശ്ലീല വീഡിയോകളുമാണ്. അതുകൊണ്ട് ഈ മഹാമാരി, ഈ അശ്ലീലത എന്ന മഹാമാരിയെ ഒരു സാമൂഹ്യ വിപത്തായി കണ്ടുകൊണ്ട് നമ്മൾ അത് പ്രതിരോധിക്കേണ്ടത് നമ്മുടെ സാമൂഹിക ബാധ്യതയാണ്. ഇവിടെ യുവത്വം നിർവചിക്കപ്പെടേണ്ടതുണ്ട് സഹോദരങ്ങളെ. ഇതാ ടെഡ് ബണ്ടിയുടെ അവസാനത്തെ കുറ്റസമ്മതം, അദ്ദേഹം 30ഓളം സ്ത്രീകളെയും പെൺകുട്ടികളെയും റേപ്പ് ചെയ്ത് ബലാത്സംഗം ചെയ്ത് കൊന്ന് 1978 അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. 79 തൂക്കിക്കൊല്ലാൻ വിധിച്ച് 89 അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുന്നതിന്റെ മുമ്പായി അദ്ദേഹം എടുത്ത വീഡിയോ ആണത്. അദ്ദേഹം അതിൽ സംവദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഒരു കേവലം ഏറ്റവും നല്ല മാതാപിതാക്കൾക്ക് ഒരു നല്ല ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച ഞാൻ ഇത്രയും വലിയ തെറ്റുകാരനായത്? എന്നെ സ്വാധീനിച്ച അശ്ലീല ചിത്രങ്ങളും അശ്ലീല വീഡിയോകളുമാണ് എന്ന്. അതുകൊണ്ട് ജയിൽ വെച്ച് പരിചയപ്പെട്ട ഒട്ടനവധി ആളുകൾ ഇതേപോലത്തെ മാനസികാവസ്ഥയിൽ ഇത്തരത്തിലുള്ള അശ്ലീല ചിത്രങ്ങൾക്കും വീഡിയോകൾക്കും അടിമപ്പെട്ട ആളുകളാണ് എന്ന് കൃത്യമായി ലോകത്തിന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് അദ്ദേഹത്തെ തൂക്കുമരത്തിൽ അദ്ദേഹത്തെ കൊല്ലുന്നു, ഇലക്ട്രിക് ചെയറിലിരുത്തി അമേരിക്കയിലെ ഭരണകൂടം അദ്ദേഹത്തെ കൊല്ലുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊരു മുന്നറിയിപ്പാണ്.